ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 110 മരണത്തിലേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായും അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡുവുമായി സംസാരിച്ചു. രണ്ടുപേരും അപ്പോൾ അമിത്ഷാ ഡൽഹിയിൽ നിന്നും രാംമോഹൻ നായിഡു വിജയവാഡയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പരിക്കേറ്റവരെ മുഴുവനായി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഗ്രീൻ കോറിഡോർ ഒരുക്കിയിട്ടുണ്ടെന്നാണ്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയമാകുമ്പോഴേക്ക് മുഴുവൻ ആളുകളെയും എത്തിച്ചിട്ടുണ്ട്. അതിൽ ആശ്വാസകരമായ ഒരു കാര്യം, റെസിഡൻഷ്യൽ ഏരിയയിലാണ് തകർന്നു വീണതെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷേ രാജ്യം കണ്ട ഏറ്റവും വലിയൊരു വിമാന ദുരന്തമായി ഇത് മാറുന്നു. ക്ഷണനേരം കൊണ്ടാണ് ഈ മരണത്തിന്റെ വ്യാപ്തി ഉയരുന്നത്. ആദ്യം 30 റിപ്പോർട്ടുകൾ വന്നു, അതിപ്പോൾ ഒരു 110. എനിക്ക് തോന്നുന്ന ഒരു പകുതിയോളം എത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ വിമാനാപകടത്തിന്റെ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെങ്കിൽ അത് പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജീവനുള്ള ആളുകൾ, അവശേഷിക്കുന്ന ആളുകൾ എത്രത്തോളം എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നിലയിലേക്ക് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 217 പേരിൽ കൂടാതെ 11 കുട്ടികളാണുള്ളത്. അതിൽ 2 നവജാത ശിശുക്കളും ഉൾപ്പെടെ ബാക്കി 55-ലേറെ UK പൗരന്മാരുണ്ട്, കനേഡിയൻ പൗരന്മാരുണ്ട്, പോർച്ചുഗീസ് പൗരന്മാരുണ്ട്. അങ്ങനെ 242 ആളുകൾ, അതിൽ 110 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഖേദകരമായ അവസ്ഥ. ദിവിഷിലേക്ക് കൂടി നമ്മൾ പോകുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ നിന്നുള്ള വിവരം 80% ആളുകളെയും മാറ്റിയിരിക്കുന്നു എന്നാണ് നേരത്തെ ഗുജറാത്ത് പോലീസിലെ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 2-3 മിനിറ്റിനകം, അതായത് വിമാനം പറന്നു വരുന്ന 2-3 മിനിറ്റിനകം അപകടമുണ്ടായി. 80% ആളുകളെയും നീക്കിയിരിക്കുന്നു എന്ന വിവരം ഗുജറാത്ത് പോലീസ് നൽകുന്നുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ എല്ലാം കണ്ടോളൻസസ് വരികയാണ്. ഇപ്പോൾ ദിവിഷ് മണി തുടരുന്നുണ്ട്. ദിവിഷ്, ഇപ്പോൾ പരമാവധി ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് മുൻഗണന. സ്വാഭാവികമായും 250-നടുത്ത് ആളുകൾ ഉണ്ടായിരുന്ന വിമാനമാണ്. 242 എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. 110 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാവുന്ന വിവരങ്ങൾ? നേരത്തെ ചില ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയാൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്തതാണ്. കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കിടക്കുന്നത്. പക്ഷേ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം ഈ വിമാനം തകർന്നു വീണ കെട്ടിടത്തിൽ അങ്ങനെ മനുഷ്യവാസമില്ലാതെ അത് ഏകദേശം ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള വിമാന സ്ഥലമായതുകൊണ്ടാണ് വലിയ ദുരന്തം. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, അത്രയും തിരക്കേറിയ ഇടമാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളൊക്കെ ചുറ്റുപാടുമുള്ള ഇടത്തായിരുന്നു ഈ വിമാനം തകർന്നു വീണെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലും പറയാൻ പോലും കഴിയാത്ത അത്ര വലിയ ദുരന്തത്തിലേക്ക് പോയനെ. പെട്ടെന്ന് ഈ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചാണ്. ഇതാണ് സർദാർ വല്ലഭായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. അദാനി നിയന്ത്രണം നിർവഹിക്കുന്ന വിമാനത്താവളമാണ്. ഇതിലെ റൺവേ ഇതാണ്. ഇവിടുന്ന് പറന്ന് വിമാനം ഉയർന്ന് തൊട്ട് അടുത്താണ്, അതായത് ഏകദേശം ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 625 മീറ്റർ അടി, 625 അടി, അതായത് ഏകദേശം ഒരു 190 മീറ്റർ മാത്രം ഉയരത്തിലാണ് വിമാനം. ഇവിടുന്ന് ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഇത്രയും മാത്രം ഉയരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ വിമാനം താഴേക്ക് പതിക്കുന്നത്. വളരെ പെട്ടെന്ന്, അതായത് മണിക്കൂറിൽ 425 അടി എന്ന കണക്കെ വിമാനം താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് ഇതിന്റെ സാങ്കേതിക വിദഗ്ധർ നൽകുന്ന വിവരം. അത് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് റൺവേയിൽ നിന്ന് ഈ വിമാനം സഞ്ചരിച്ചെത്തി പറന്നുയർന്ന് വെറും 625, 200 മീറ്ററാണ് അതിന്റെ ഒരു ബേസിക് ആൾട്ടിറ്റ്യൂഡായി കണക്കാക്കുന്നത്. 625 അടി ഉയർന്നപ്പോഴേക്കും ഈ വിമാനം തകർന്നു വീണു. ഈ ഭാഗത്തായിട്ടാണ് ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ കാണുന്ന പോലെ ഉപേക്ഷിക്കപ്പെട്ട, നേരത്തെ നമ്മളോട് ഗുജറാത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെ സൂചിപ്പിച്ച പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടമൊക്കെ ആയതുകൊണ്ടാണ് ആ നിലയ്ക്ക് അപകടം അവസാനിച്ചത്. അല്ലെങ്കിൽ ഈ വിമാനത്തിലെ ജീവനക്കാർക്കൊപ്പം തന്നെ, യാത്രക്കാർക്കൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ഒരു വലിയ തോതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ദിവിഷ്, 217 മുതിർന്നവർ, 11 കുട്ടികൾ, 2 നവജാത ശിശുക്കൾ. AI 171-ൽ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് ലിസ്റ്റ് പുറത്തു വരുമ്പോൾ 217 മുതിർന്ന ആളുകൾ, പ്രായപൂർത്തിയായ ആളുകൾ, 11 കുട്ടികൾ, 2 കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കൾ. വളരെ ദാരുണമായ അപകടം. കൂടുതൽ ആളുകളുടെ ജീവൻ പൊലിയരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതേ ഉള്ളൂ. കാര്യം, ഇപ്പോൾ ബ്രിട്ടീഷ് പൗരന്മാരുടെയൊക്കെ ലിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കറിയാം അതെല്ലാം ഇന്ത്യൻ വംശജരാണ്. ഇപ്പോൾ സുഭാഷ് ചന്ദ്ര, അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിലെ പൗരനാണ്. ഒപ്പം ദിലീപ് മഹേന്ദ്രഭായ്, അങ്ങനെയുള്ളവരൊക്കെ ഇന്ത്യക്കാരാണ്. മീന ഫിലിപ്പ് ഇന്ത്യൻ പൗരയാണ്. നേരത്തെ പറഞ്ഞ വല്ലഭായ് നാഗ്ജി ഇന്ത്യൻ പൗരനാണ്. പോർച്ചുഗീസ് ചന്തു, മിസ്റ്റർ ചന്തു, അദ്ദേഹം പോർച്ചുഗീസ് പൗരനാണ്. ധീർ, അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണ്. അങ്ങനെ മിസ്റ്റർ സന്ധുഭായ്, അദ്ദേഹം പോർച്ചുഗീസ് പൗരനാണ്. കനേഡിയൻ പൗരനുമുണ്ട് എന്നാണ് പാസഞ്ചേഴ്സ് ലിസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 7 പോർച്ചുഗീസ് പൗരന്മാർ, 1 കനേഡിയൻ പൗരൻ, ബാക്കി ബ്രിട്ടീഷ് പൗരന്മാർ, ഇന്ത്യൻ പൗരന്മാർ. അതെ, ആ ബ്രിട്ടീഷ് പൗരന്മാരിൽ ഏറെ പേരും ഇന്ത്യൻ വംശജരായവർ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ അപകടത്തിൽ അല്ലെങ്കിൽ ഈ യാത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്നവർ ഏറെയും ഇന്ത്യക്കാരെന്ന് തന്നെ നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. പക്ഷെ അവരുടെ പൗരത്വം അവർ ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കിയുണ്ട്. അങ്ങനെ 50-ലേറെ പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു ആഘാതം ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് കൂടി ഈ ദുരന്തം ഉണ്ടാക്കുന്നു എന്നതാണ്. കാരണം ഇത്രയേറെ ലോങ് റൂട്ടിൽ സഞ്ചരിക്കുന്ന, നമുക്കറിയാം ഈ ഓപ്പറേഷൻ സിന്ധു സമയത്തൊക്കെ വ്യോമയാന റൂട്ടുകൾ വഴിതിരിച്ചു വിട്ടതുമൊക്കെ എയർ ഇന്ത്യ അടക്കമുള്ള
സ്ഥാപനങ്ങൾക്ക് ആ സമയത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നെങ്കിലും അതിനെയൊക്കെ മറികടന്ന് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വിജയ് രൂപാണിയുടെ കാര്യത്തിൽ എന്തായാലും വലിയ ആശങ്കയ്ക്കിടയുണ്ടോ? കാരണം അദ്ദേഹം പരിക്കുകളോടെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയരൂപാനി 12ാമതായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ ലിസ്റ്റിലുള്ളത്. അദ്ദേഹത്തിന് ഗുരുതരമായ സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. പരമാവധി ആളുകൾ ഇപ്പൊ നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പരമാവധി വേഗത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഈ കാണുന്നതാണ് വിജയരൂപാനി 12ാമതായി. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബോർഡിംഗ് പാസിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ലണ്ടനിലേക്കുള്ള യാത്രയിലായിരുന്നു. ഗുജറാത്തിലെ BJPയെ സംബന്ധിച്ച് അനിഷേധനായ ഒരു നേതാവാണ്. അദ്ദേഹമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ വായിച്ച പല പേരുകളും ഒരുപക്ഷെ വ്യവസായ മേഖലയിലൊക്കെ 55ാം നമ്പർ മലയാളിയാണ് കഴിഞ്ഞിട്ടുണ്ടോ? അതെ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഗോപകുമാരൻ നായർ എന്ന പേര് മാത്രമാണ് നിലവിൽ ഉള്ളത്. ഒരുപക്ഷെ അഹമ്മദാബാദിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളികളിൽ ഒരാളായിരിക്കും അദ്ദേഹം എന്നാണ് കരുതുന്നത്.